സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്നത് മഹാഭാഗ്യമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകർ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുക എന്നുള്ളത് അത്യപൂർവമാണ്. അങ്ങനെ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. മഞ്ജു, നമസ്കാരം. 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 നമ്മുടെ ഓർമ്മകളുടെ ഡയറി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായത് ബാല്യകാലമാണ് അല്ലേ? മഞ്ജുവിന് അങ്ങനെയുള്ള നല്ല ഓർമ്മകൾ ബാല്യകാലത്തെക്കുറിച്ച് അത് പറയാനും കാരണമുണ്ട്. SP പിള്ളയുടെ കൊച്ചുമകളാണ്, അച്ഛനൊരു കലാകാരനാണ്. അപ്പൊ മഞ്ജുവിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കലാകാരനാണ്, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് അല്ലേ? സൂര്യ കൃഷ്ണമൂർത്തിയുടെ കൂടെയൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ അതെ. ഓർമ്മകൾ ഞാൻ ട്രിവാൻഡ്രത്താണ്. അച്ഛൻ DSSലായിരുന്നുകൊണ്ട് എൻ്റെ സ്ഥലം ഏറ്റുമാനൂരാണ്. അപ്പോൾ അപ്പൂപ്പൻ വിശ്രമമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങളൊക്കെ ഒന്ന് അറിവ്. കുഞ്ഞായിരുന്നു ഞങ്ങളൊരു, എനിക്ക് തോന്നുന്നൊരു 5-6 വയസ്സൊക്കെ ആയപ്പോൾ അപ്പൂപ്പൻ വീട്ടിൽ തന്നെ റെസ്റ്റായി തുടങ്ങി, വയസ്സായിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് വെക്കേഷന് മാത്രമേ വരുള്ളൂ. 2 മാസം വേനലവധിയൊക്കെ ഇല്ലേ, അതിൻ്റെ വെക്കേഷന് വരും. പിന്നെ ഓണം, വിഷു അങ്ങനെയൊന്നുമില്ല. എപ്പോൾ സ്കൂളിന് അവധി കിട്ടുന്നു അപ്പം നാട്ടിലേക്ക് വരാൻ സ്കൂളിന് അവധി കിട്ടാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത്ര അങ്ങനെ കസിൻസ് എല്ലാവരും വരും. ഇപ്പം അവരൊക്കെ വലുതായി എങ്കിലും പല സ്ഥലത്താണ്. അവിടെ ചെല്ലുമ്പോൾ അത്രയും ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ താര പറഞ്ഞ പോലെ എനിക്ക് സാഹിത്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കേട്ടെ, ഒരു ഓളമില്ല നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഓളമില്ല. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക്, സിന്ധു എന്ന് പറഞ്ഞിട്ട്. സിന്തമ്മ ഞങ്ങൾ, എൻ്റെ മോള് പിള്ളേരൊക്കെ വിളിക്കുന്ന കേട്ടിട്ട് ഞങ്ങളൊക്കെ സിന്തമ്മ എന്നാണ് വിളിക്കുന്നത്. ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട്, പേരമ്മ അവിടെ ഉള്ളത് കൊണ്ടൊക്കെ അവിടെ പോകാൻ തോന്നാറുണ്ട്. പിന്നെ എല്ലാവരുടെയും നാഥനായ ഏറ്റുമാനൂരപ്പൻ അവിടെ ഉണ്ടല്ലോ, അവിടെ പോവാം. അവിടെ ചെറുപ്പകാലം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൂപ്പന്റെ കൂടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞാൽ അപ്പൂപ്പൻ, ഞാൻ ഭയങ്കര തല്ലുള്ളിയായിരുന്നു ചെറുപ്പത്തില്. അപ്പോൾ ആ സമയത്തൊക്കെ കസിൻസും എൻ്റെ അമ്മ ആ ജനറേഷൻ ഉൾപ്പെടെ അപ്പൂപ്പൻ്റെ മുമ്പിൽ പോകാൻ പേടിക്കുമായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൂപ്പൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രമാണ് അപ്പൂപ്പനെ മുറുക്കാൻ ചെല്ലം എടുത്തോണ്ട് ഓടുക, അപ്പൂപ്പനെ വീഴ്ത്താൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മുറുക്കാൻ മോഷ്ടിക്കുമായിരുന്നു. ചെല്ലത്തിൽ നിന്ന് വെറ്റില, അടയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് ഞാൻ മോഷണം നടത്തി. അത് എന്താ ഇപ്പം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും കസിൻസ് ഊഞ്ഞാലിടുക. അപ്പോൾ ഒത്തിരി പറമ്പുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അപ്പം മെയിൻലി ചെയ്തിരുന്നത് മരങ്ങൾ കൊണ്ട് ഒരുപാട് വെച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൃഗങ്ങൾ, പശു ഉണ്ടായിരുന്നു, ആട്, കോഴി, പട്ടികൾ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് 11 വെറൈറ്റി പട്ടികൾ. പുറത്തോട്ടൊക്കെ ഓരോ ഷോസിനൊക്കെ പോയിട്ട് വരുമ്പോൾ 11 തരം വെറൈറ്റി പട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയൊക്കെ പറയും ഈ ഗോൾഡൻ റിട്രീവറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് മണിയൻ എന്നൊക്കെ പേരിടുവന്ന് അന്നത്തെ കാലത്ത്. ശരിക്കും നല്ലൊരു ഓർമ്മയല്ലേ? നാട്ടുമ്പുറമാണ്, അമ്പലക്കുളം, അമ്പലം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു എനിക്കിഷ്ടമാണ് ഇപ്പോഴും അവിടെ പോയി ആലോചിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മഞ്ജുവിന്റെ ഒരു കുട്ടി മഞ്ജു തന്നെയാണല്ലേ അന്നും ഉണ്ടാവുക. ഇന്നും ഇപ്പൊ ഞാൻ കണ്ടു സെറ്റിലൊക്കെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് ചിരിച്ചു നടക്കുന്നത്. എങ്ങനെ ഇത്ര ഫ്രീ ആൻഡ് ഫ്രാങ്ക് ആയിട്ട് പെരുമാറാൻ പറ്റുന്നതെന്ന് തോന്നി എനിക്ക്. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾ മെയിൻലി നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനോട് നമുക്ക് എന്നും റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എല്ലാം ന്യൂജൻ കുട്ടികളാണ്. നമ്മുടെ മക്കളുടെ പ്രായമോ അനിയന്മാരുടെ പ്രായമോ ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടാണ് റെസ്പെക്റ്റ് വരിക. അപ്പം ഞാൻ ആ റെസ്പെക്റ്റ് മാറ്റിയിട്ട് ഫ്രണ്ട്സ് ആവാൻ ശ്രമിക്കുകയാണ്. ബിക്കോസ് അപ്പോഴാണ് ഒന്നും കൂടി നന്നാവുക. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളടുത്ത് തുറന്ന് പറയാൻ ചില ഷോർട്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ തുറന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഇതങ്ങനെയല്ല. ഇത് ഞാൻ ഫ്രണ്ട്ലിയാണ്. ഞാൻ അവരുടെ അടുത്തും തലേ തട്ടി, ഇവരുടെ അടുത്തും തലേ തട്ടി ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവർക്കും പറ്റില്ല കേട്ടോ, ചുരുക്കം ചിലർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ എന്ന് തോന്നി. ഇതാകുമ്പോൾ ഫ്രണ്ട്ലി ഒരു ഇതാകുമ്പോഴത്തെ അറ്റാച്ച്മെന്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്തും എന്നോട് തുറന്ന് പറയാൻ പറ്റും. അവരുടെ അടുത്ത് എനിക്കെന്തും തുറന്ന് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം സീൻസ് അങ്ങനെ. പിന്നെ മഞ്ജു, ഹൈലി പ്രൊഫഷണൽ. സത്യത്തിൽ ഒരു കഥാപാത്രത്തോട് എങ്ങനെയാണ് ഇങ്ങനെ നീതി പുലർത്താൻ പറ്റുന്നത്? ഇത് പറയുമ്പോൾ വേറൊരാളെ നമുക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. മഞ്ജു ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് മഞ്ജു തന്നെ, അതിനപ്പുറത്തേക്ക് വേറൊരാളില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ വാക്കുകൾ വളരെ വളരെ നന്ദി. പക്ഷേ എന്നെക്കാട്ടിലും നന്നായിട്ട് അഭിനയിക്കുന്ന, എന്നെക്കാട്ടിലും സീനിയറായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേര് നീ നാറ്റിക്കരുത്,
എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അതായത് നന്നായിട്ട് ആക്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശം. നന്നായിട്ട് ചെയ്യുന്ന തൊഴിലിനോട് റെസ്പെക്റ്റ് ചെയ്യണം, അതിന് പൂർണ്ണത കൊടുക്കണം എന്ന് തന്നെയാണ് അമ്മ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പോഴും അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഓരോ പടി ചവിട്ടി കയറുമ്പോൾ കുനിഞ്ഞ് ഓരോ പടിയും ചവിട്ടുന്നത് ശ്രദ്ധിച്ച് ചവിട്ടി കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മേപ്പോട്ട് നേരെ സ്റ്റെപ്പ് വീണ് പോവാം സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോഴും എന്തിനാണ് അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം അല്ലേ? എന്തിനാണ് നാളെ ഒരു ഇടിമിന്നലേറ്റാൽ, ഒരു മരം തലയ്ക്ക് വീണാൽ തീരാവുന്ന കേസേ ഉള്ളൂ. മുറ്റത്തോട്ട് ഇറങ്ങി ഒരു തേങ്ങ വീണാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ എന്തിനാ ആർക്കാ ചാട കാണിക്കുന്നത്? ശരിക്കും ഈ ഒരു ശ്വാസം ഉണ്ട്, കഴിഞ്ഞു. അതെ, തീർന്നു. അത് ജാട കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാർ നമ്മുടെ ഭൂമിയിലുണ്ട്, അവരോടൊക്കെ ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ. പക്ഷെ കൂടുതലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് നന്നായി ജീവിക്കാനും, കരുണയോടെ ജീവിക്കാനും, നന്മയുള്ളതായിട്ട് ജീവിക്കാനും, സ്നേഹത്തോടെ ജീവിക്കാനും, ജീവിപ്പിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആൾക്കാർക്ക് അത് വേണ്ടാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെടുത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും പറയാനില്ല. അവരോട് ആ രീതിയിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ എന്ന ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ മഞ്ജു കയറി വരുമ്പോൾ ഒരുപാട് അവിടെ നിന്നും ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? തുടക്കം കാലത്തെ സീരിയലിൽ നിന്ന് വന്നു, അങ്ങനെയല്ലേ മഞ്ജു സിനിമയിൽ എത്തുന്നത്. അപ്പൊ അതിൽ നിന്നും ഒരുപാട് മാറിയില്ല. ഞാൻ സീരിയലിൽ നിന്നാണ് വന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ സിനിമകൾ ചെയ്തിരുന്നു കേട്ടോ. സിനിമയിൽ നിന്ന് ആക്ച്വലി എൻ്റെ ഒരു കഥ ഭയങ്കര ഒരു ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യം ചെയ്തത് ശ്രീ മൂർത്തി സാറിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് ഞാൻ ആദ്യം ചെയ്തത്. ബിക്കോസ് എൻ്റെ അച്ഛൻ അതിലായിരുന്നു, VSSC-യിലായിരുന്നു, മൂർത്തി സാറും VSSC-യിലായിരുന്നു. സോ അവർ തമ്മിലൊരു കണക്ഷൻ, സൂര്യ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെയുള്ള അവരുടെ ഓർഗനൈസേഷനിൽ അച്ഛൻ വർക്ക് ചെയ്തിരുന്നു. അവരൊരു കൂട്ടായ്മ, ഫ്രണ്ട്സിന്റെ കൂട്ടായ്മ പോലെ. അപ്പം ആ സമയത്ത് ഞാൻ ഒരാൾക്ക് പകരം ചെന്നെത്തപ്പെടുന്നതാണ് മൂർത്തി സാറിന്. അന്ന് എത്ര വയസ്സ്? അന്ന് 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിന്റെ എക്സാമിന്റെ ടൈമിലാണ് അച്ഛൻ ഇത് വന്നിട്ട് എന്നോട് പറയുന്നതും. അമ്മ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോയിട്ട് അനുവാദം വാങ്ങിയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് അത് കണ്ടിട്ട് ചെയ്യുന്ന തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ ടെലിഫിലിമാണ്. അതിനു മുമ്പ് സത്യവും മിഥ്യയും ഒരു എപ്പിസോഡ്, അതായത് അന്നൊക്കെ ദൂരദർശനാണല്ലോ, 13 എപ്പിസോഡ്സേ വരുള്ളൂ മാക്സിമം സീരിയൽസിൽ. ഈ 13 എപ്പിസോഡ് 13 കഥയുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിരുന്നു. അത് ചെയ്തപ്പോൾ ഇവിടുന്നാണ് ഞാൻ ടെലിവിഷനിലേക്ക് വരുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ കുറേ സിനിമകൾ ചെയ്തു. മഴയത്തും മുൻപേ ഒക്കെ അല്ലേ? ആദ്യം ഗലീലിയോ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രപ്രസാദങ്ങളൊക്കെ അഭിനയിച്ചൊരു ഇതിൻ്റെ പ്രസാദങ്ങളുടെ മകളായിട്ട് ഞാൻ ചെയ്തിരുന്നു. അതൊരു ഓഫ് പിൻ മൂവി ആയിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രൊഡക്ഷൻ മാനേജർ വഴി ഞാൻ ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതാണ് എൻ്റെ ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറയാം. അതിന് മുമ്പ് ഞാൻ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് ഈ ശബരിമല സീസണിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. 4 കഥകൾ. അതിൽ 2 എണ്ണം, ഒന്ന് തമിഴ്, ഒന്ന് തെലുങ്ക്, 2 മലയാളം. അതിൽ ഒരു മലയാളത്തിൽ ഞാനും മധു അങ്കിളും കബീർ പൊന്നമ്മയാണ് അഭിനയിച്ചത്. അതായിരുന്നു ആക്ച്വലി എൻ്റെ സിനിമാ ജീവിതം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗോളാന്തര വാർത്ത കൊമേഴ്ഷ്യൽ മൂവി സത്യൻ സാറിൻ്റെ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് മഴയത്തും മുമ്പേ അങ്ങനെ കാതിലൊരു പിന്നാരം, അങ്ങനെ കുറേ അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗ്യാപ്പ് എടുത്തു. സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുടുംബ ചിത്രങ്ങൾ, വീണ്ടും ചില കുടുംബ ചിത്രങ്ങൾ, പിന്നെ എന്നെ കൂടെ തെറ്റിച്ചു. എന്നിട്ട് അതുണ്ട്. പിന്നെ ഇന്ദുമുഖി ചന്ദ്രമതി, അങ്ങനെ കുറച്ച് ഇത് ചെയ്ത് മോളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മോളെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാനൊരു 8-9 മാസം വരെ അഭിനയിച്ചായിരുന്നു ചില കുടുംബ ചിത്രങ്ങളിൽ. അതിൽ അഭിനയിച്ച ഒരു ഷോട്ട് ഇരുന്നിട്ട് എഴുന്നേറ്റ് സ്റ്റെപ്പ് കയറി ഓടുന്ന ഒരു ഷോട്ടിന് ഞാൻ പാട്ട് പിടിക്കാൻ ഇരുന്നിട്ട്, അപ്പൊ എനിക്ക് നല്ല വണ്ണ, അപ്പൊ ഇങ്ങനെ പരന്നായിരിക്കുന്നത്, അപ്പൊ വയറൊന്നും അധികം അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 8-9 മാസം വരെ അഭിനയിക്കാൻ പറ്റി. അപ്പൊ ഡോക്ടർ വിളിച്ചു വെച്ചു, മഞ്ജു താങ്കൾക്ക് സീരിയൽ സെറ്റിൽ പ്രസവിക്കണോ അതോ ഹോസ്പിറ്റലിൽ പ്രസവിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അന്നോടുകൂടി എൻ്റെ അഭിനയം അതിൽ നിന്നു. പിന്നെ മോളുണ്ടായി, 1 വയസ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും
ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് സെയിം സാധനം തന്നെ ഞാനും ജഗദീഷ് ചേട്ടനും ചെയ്തു വേറൊരു ചാനലില്. ഇപ്പൊ പറഞ്ഞില്ലേ പരന്നിട്ടായിരുന്നു ഇരുന്നിരുന്നത്, എങ്ങനെയാണ് ആ തടി അങ്ങോട്ട് കുറച്ചത്? ആക്ച്വലി എനിക്ക് തടി വലിയ ബാധ്യത ആയിരുന്നില്ല. പഴയ ആൾക്കാർ പക്ഷെ അത് പലർക്കും അറിയാൻ ആഗ്രഹം ഇല്ല. ശരിയാണ്, ബോഡി ഷേമിംഗ് എന്നൊരു കുറ്റകരമല്ല, അന്നും ഉണ്ട്, പക്ഷെ അതൊരു കുറ്റകരമല്ലായിരുന്നു. അപ്പോ പലരും ഏത് റേഷൻ കടയെന്ന അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും ബാധകമല്ല. ഇത് എന്റെ തടി, ദൈവം തന്ന തടി, ഞാൻ പറയാം ഞാൻ ഇച്ചിരി ഉള്ള വീട്ടിലെ, അതുകൊണ്ടാന്ന് പറയും. എനിക്ക് ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ട് ആവരുത്, അപ്പോഴും ആയിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ തോന്നി തുടങ്ങി അത് ബുദ്ധിമുട്ടായി തുടങ്ങും. പിന്നെ മെയിൻലി എനിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ഇടാൻ പറ്റിയില്ല. ഒരു ചുരിദാറും ഒരു ഷോളും അല്ലാതെ വേറെ ഒന്നും ഇടാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഒരു ജീൻസും ഷർട്ടും ഇട്ട് പോകാം, പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം സ്വിമ്മിങ്ങിന് പോയിട്ട് എനിക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ലക്ഷ്മി മനീഷ് എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും അറിയാം, എൻ്റെ ഇൻസ്റ്റാ വഴിയും എൻ്റെ പല ഇതുപോലെ ഇൻ്റർവ്യൂസ് വഴിയും മിസ്സിസ് മനീഷ് നന്നായിട്ട് അറിയാം. പല ആൾക്കാരും എൻ്റെ കാരണം അവള് പുറത്തേക്ക് വരില്ല, ഇങ്ങനെ ഞാനാണ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മിസ്സിസ് മനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറ്റീഷ്യൻ ഉണ്ട് എന്നുള്ള ഒരു ഇത് കൊടുത്തു. അങ്ങനെയാണ് ആ ഡയറ്റിങ്ങിലാണ് ഞാൻ 26 കിലോ കുറച്ചു. ഞാൻ 90 വരെ പോയായിരുന്നേ. അത് കഴിഞ്ഞൊരു 64, 62 ഒക്കെ വരെ പോയപ്പോ എന്റെ ഡയറ്റീഷ്യൻ തന്നെ പറഞ്ഞു അത്രയും കുറയ്ക്കണ്ട, അപ്പൊ വല്ലാണ്ട് മെലിഞ്ഞു പോവും. അങ്ങനത്തെ ഒരു ഡയറ്റീഷ്യനാണ് വേണ്ടത്. ആവശ്യത്തിന് കഴിക്കുക, ബോഡിക്ക് ആവശ്യമുള്ളത് കഴിക്കുക, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഈ നായികയായിട്ടൊന്നും അഭിനയിക്കാൻ പോകണില്ല. സോ ഒരുപാടങ്ങ് മെലിയണ്ട. എന്നെ കാണാൻ ഭംഗി ഒരു 66, 65, മാക്സിമം 67 ആ റേഞ്ചിൽ പോയാൽ മതി. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, സ്കിന്നിന് എന്താ ചെയ്യുന്നത്? അയ്യോ, ഒന്നും ചെയ്യുന്നില്ലേ? പക്ഷെ അത് വെറുതെ പറയണല്ലേ? അമ്മയാണ് സത്യം. ഞാൻ ഒരു 7 മാസം കൂടുമ്പോൾ പോയിട്ട് ഞാൻ ക്ലീനപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും ഇടാത്തതായിരിക്കണം സ്കിന്ന് നന്നായത്. സീരിയസ്ലി നമ്മുടെ സ്കിന്നിന്റെ മെയിൻ നമ്മുടെ അകത്തുള്ള സംഭവമാണ്. നമ്മൾ നല്ല ഫുഡ് കഴിച്ചാൽ, സ്കിന്നിന് ആവശ്യമുള്ള ഫുഡും കൂടി കഴിച്ചാൽ നമ്മുടെ സ്കിൻ നന്നാവും. ഇപ്പോൾ മെയിൻലി നമ്മൾ ഒരുപാട് എണ്ണ കഴിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരില്ല, മുഖക്കുരു വരും, സ്കിൻ. അപ്പോൾ അത്യാവശ്യത്തിന് എണ്ണ വേണം, ബിക്കോസ് മോയ്സ്ചർ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഓയിലി ഡ്രൈ ആവാതിരിക്കാൻ അത്യാവശ്യം എണ്ണ വേണം. അത്യാവശ്യം മുട്ട കഴിക്കണം, അത്യാവശ്യം ചിക്കൻ കഴിക്കണം, എല്ലാം വെജിറ്റബിൾസ് കഴിക്കണം, ചോറും കഴിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ബദാം പോലുള്ള നട്ട്സ്, ബദാമാണ് മെയിൻലി. അത് സ്കിന്നിന് നല്ലതാണ്, മുടിക്കും നല്ലതാണ്. ഞാൻ ബദാം ഒക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു. പക്ഷെ അതിന് എണ്ണ ഉണ്ട് കേട്ടോ, പറയും ഒരു 10 to 15 എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. കഴിക്കാൻ പാടില്ല, അതും സോൾട്ടഡ് കഴിക്കാൻ പറ്റില്ല, ഫ്രൈഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നോക്കിയിരുന്നു ഞാൻ. അതുകൊണ്ടായിരിക്കണം. പിന്നെ മെയിൻലി ഞാൻ ചെയ്യുന്നത്, എൻ്റെ ബ്യൂട്ടി ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓയിൽ മസാജ് ചെയ്യും, ത്രെഡ് ചെയ്യും, പെഡിക്യൂർ മാനിക്യൂർ ചെയ്യും, ചില സമയങ്ങളിൽ വാക്സ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. ഫേസിൽ ഒന്നും ചെയ്യല്ല, വീട്ടിൽ തന്നെ ഒരുപാട് വെയിലത്തൊക്കെ നിന്ന് പോകുമ്പോൾ ഡീറ്റാൻ പോലുള്ള എന്തെങ്കിലും ഇടും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടേ ഇല്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യത്തിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അത് എന്നോട് പറഞ്ഞതാണ് വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഇത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കണം, അതൊന്ന് അറിയണം. പക്ഷെ സ്കിൻ ചെയ്യാനായിട്ട് ചെയ്യുന്നില്ല. മറ്റേ ഏതോ ആൾക്കാർ കളിയൊക്കെ പറയുമ്പോൾ എൻ്റെ ഈ കാരണന്മാരൊക്കെ നല്ലതാകണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. അല്ല, സീരിയസ്ലി എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 67, 68 വയസ്സുണ്ട്. പക്ഷെ ഇപ്പോഴും അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല അമ്മയ്ക്ക് അത്ര ഏജ് ഉണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണ്. ലളിതാമ്മ, മഞ്ജു, പിന്നെ ഒരാളെ പറയാൻ പറ്റുമോ? ലളിതാമ്മ കഴിഞ്ഞ മഞ്ജു, അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മഞ്ജു ആളോ? അടുത്ത ആളെന്ന് വെച്ചാൽ അതേപോലെ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരാള് ഇഷ്ടംപോലെ ഉണ്ട്. ഒരാളെ പേര് പറയുമല്ലോ? അല്ല, ലളിതാമ്മയുടെ ഇതിൽ വെച്ച് നോക്കുമ്പോ അല്ലെ, നമുക്ക് പറയുമ്പോ എപ്പോഴും പൊടിച്ചേച്ചി, ഉർവശി ചേച്ചി, ലളിതാമ്മ, അവര് കഴിഞ്ഞാൽ ആര് എന്നുള്ളതാണ്.
എന്നെ ആ കൂട്ടത്തിൽ അല്ല ചേർത്ത് ലളിതാമ്മയോട് ചേർത്ത് പറയുമ്പോ മഞ്ജുനെ പറയാനാണ് അത് ലളിതാമ്മയോടുള്ള സ്നേഹവും ഞാൻ എന്തോ രണ്ടുപേരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ പ്രേക്ഷകർക്കുള്ള ഒരു ഇഷ്ടം കൂടി ഉണ്ട് അതിൽ. ഇതുപോലുള്ള ഈ ഒരു കമന്റ് എനിക്ക് ആക്ച്വലി എന്റെ ഒരു മൂവിയുടെ താഴെ എനിക്ക് വന്നിരുന്നു. ലളിത ചേച്ചി ഓർമ്മ വന്നു മഞ്ജുവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു. എനിക്കത് ഓസ്കാർ കിട്ടിയ പോലായിരുന്നു. കാരണം ഞാൻ അഭിനയം പഠിച്ചത് ലളിതാമ്മയുടെ ആക്ടിങ് കണ്ടിട്ടാണ്. പക്ഷെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മളെ സൂക്ഷിച്ച് നമ്മളത് പഠിക്കില്ലേ ഈ ആക്ടിങ്. ലളിതാമ്മയുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് കണ്ടാൽ അതിനകത്ത് ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞാണ്, നീ നായികയാവാൻ നിൽക്കരുത്, വളരെ ചെറുപ്പത്തിലെ നായികയാവാൻ നിൽക്കരുത്, നീ ഭാവിയിലെ KPC ലളിതയാണ്. എൻ്റെ ഫസ്റ്റ് പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി സാറാണ്, ഭാവിയിലെ KPC ലളിതയാണ്. KPC ലളിതയോ സുകുമാരിയൊക്കെ ആണെങ്കിൽ നിനക്ക് ജീവിതം അവസാനം വരെ അഭിനയിക്കാം. നായിക ആയി കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ മക്കള് പ്രാരാബ്ദമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള വരവ് അവർക്ക് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ച് ആ നായിക കോൺസെപ്റ്റ് ഇതിൽ പോയതാണല്ലോ തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് നീ KPC ലളിതായാൽ മതി എന്നെൻ്റെ അടുത്ത് പണ്ട് സാറ് പറഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കരം എന്നുള്ളത് ചിലപ്പോൾ ഒരു എക്സാജറേഷൻ. മഞ്ജുവിനും മാത്രല്ല പ്രേക്ഷകർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത്. കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ തട്ടിമുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് അധികം നോക്കാറില്ല അല്ലെ. ആ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ അത്രയും സ്ഥാനം ഉണ്ടായിരുന്നു ആ സീരിയലിന്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് ശരിക്കും അമ്മായിമ്മയും മരുമോളും ആണെന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അവരങ്ങനെയാണ് വിചാരിക്കുക. അവർ ജീവിക്കായിരുന്നു, ഞങ്ങളോടൊപ്പം അവരും ജീവിക്കായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് ലളിതാമ്മ എനിക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്താ പറയുക, എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത് ലളിതാമ്മയാണ്. പിന്നെ ഫ്ലാറ്റ് എടുത്ത് തന്നത് ലളിതാമ്മയാണ്. ഞാൻ മൂക്കുത്തി ഇട്ടിട്ടില്ല, ഞാൻ ക്യാരക്ടറിന് വേണ്ടി മാറ്റിയതാണ്. എനിക്ക് എന്നെ മൂക്ക് കുത്തിച്ചത് ലളിതാമ്മയാണ്. ഒരുപാട് എന്നെ KSFE ചിട്ടിയിൽ ചേർപ്പിച്ചത് ലളിതാമ്മയാണ്. കണ്ണൂർ കാർഡ് പോലുള്ള കാർഡുകളുണ്ട്, ഈ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള കാർഡാ. ക്ഷേമനിധി, കണ്ണൂർ കാർഡ്, അങ്ങനെ കുറെ ഉണ്ട് സിനിമാ മേഖലകളിലും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുക്കാതിരിക്കുമായിരുന്നു. നമുക്കെന്തിനാ, അതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ നാളെ നമുക്കറിയില്ല. എത്ര സിനിമ നടന്മാരും നടികളും ഉണ്ട്, ഒന്നുമില്ലാതെ എത്രയോ പേരെ നമ്മൾ കണ്ടു. നമ്മുടെ ഗ്ലാമറും നമ്മളുടെ അല്ല, നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിലേ അല്ല. അപ്പം അന്ന് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ലളിതാമ്മ ഇത് രണ്ടും എടുപ്പിച്ചത് ലളിതാമ്മയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ലളിതാമ്മ ചെയ്യിച്ചിരുന്നു. ലളിതാമ്മ സിനിമകളിൽ കൂട്ടും ഞാനായിരുന്നു. ലളിതാമ്മയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ ഞാനായിരുന്നു. കാരണം ഞങ്ങൾ താഴെ മുകളിലും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ലളിതാമ്മ 10ലും ഞാൻ 4ലും ആ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ചെന്ന് എന്നെ കൊണ്ട് താമസിപ്പിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 8 വർഷത്തോളം ഒരുമിച്ചാണ് താമസിക്കുന്നത് താഴെ മുകളിലോട്ട്. അപ്പം ലളിതാമ്മ പറയുമായിരുന്നു, മാറിയപ്പോഴേ അവിടെ നിന്ന് മാറി വേറെ ഫ്ലാറ്റിലേക്ക് പിന്നെയും പാടി പറയാ മോൾ തന്നെയായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും സിദ്ധു അതിന് പരാതിയും പറയും. ലളിതാമ്മയുടെ എന്തെങ്കിലും ചോദിക്കുമ്പോ പറയും, എനിക്ക് എങ്ങനെ അറിയാം, അങ്ങക്കല്ലേ അറിയുള്ളൂ, നിങ്ങളെ കൂടെ അല്ലേ എപ്പോഴും എന്നൊക്കെ ചോദിക്കും. എപ്പോഴും സിദ്ധു എൻ്റെ അടുത്ത് പറയാറുണ്ട്. ടീച്ചർ എന്ന സിനിമയിലെ കല്യാണി എന്ന കഥാപാത്രം അല്ലേ, അതിലൊരു ഡയലോഗ് ഉണ്ട്, ലാത്തിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കല്യാണിക്ക് കുഞ്ഞുങ്ങളേറെ ഉണ്ടായേനെ. വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. തീർച്ചയായിട്ടും. ഞാൻ ആ ക്യാരക്ടർ വേണ്ടാന്ന് വെച്ചതായിരുന്നു. ഐ മീൻ വന്ന സമയത്ത് വിവേക് എപ്പോഴും പറയും, എന്തൊക്കെയായിരുന്നു ചേച്ചി എന്ന് പറയും. ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് അതിൻ്റെ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് റിയൽ ലൈഫിലും സിനിമയിലും എൻ്റെ ഡ്രസ്സിങ് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്. ഞാൻ തോർത്തില്ലാതെ അഭിനയിച്ചാൽ അതിനൊരു ബോൾഡ്നെസ് വരില്ല. ഞാൻ പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂവിലും, അത് വാങ്ങിച്ചു തന്നു, തന്നാ വരുമോ എന്ന് വെച്ചു, തോർത്ത് തന്നാ വരുമോ. ആ കഥാപാത്രത്തിന് വേറൊരാളെ കാണാൻ വിവേകിനും സാധിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അത് വൾഗറായിരിക്കും, അങ്ങനെ ഞാൻ വന്ന് നിന്നാൽ വൾഗറായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇല്ല ചേച്ചി, അങ്ങനെ ഉണ്ടാവില്ല. കാരണം എല്ലാ പുരുഷന്മാർക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. കുറച്ച് വൾഗാരിറ്റി വന്നാൽ പോലും അവരുടെ ശരീരത്തിലേ അതുള്ളൂ. പക്ഷെ അവർ നിൽക്കുന്നതൊക്കെ ഭയങ്കര ബോൾഡായിട്ട്, ഈ ഷോൾഡറൊന്നും താഴ്ത്തില്ല, ഇങ്ങനെ നിൽക്കുള്ളൂ, തലയൊന്നും താഴ്ത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീയാണ് വിവേകിന് അറിയാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് കുറച്ചൊരു വൾഗാരിറ്റി അല്ല, ഒരു സെക്സി ലുക്ക് വേണം.
ഞാൻ പറഞ്ഞു സെക്സി ഞാൻ അഭിനയത്തിൽ വരുത്തിയാൽ പോരെ, എന്തിനാണിത്? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. സെക്സി ലുക്കുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായില്ല. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം, ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കണം. അവർ അവിടെയുള്ള പുരുഷന്മാരെ പോലും ഒറ്റ ലുക്കിൽ അവരുടെ കണ്ണ് താഴ്ത്തുന്ന രീതിയിലുള്ള ഇതായിരിക്കണം എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് തോർത്തു വരാമെങ്കിൽ ഞാൻ അഭിനയിക്കുന്നത്. അങ്ങനെ തോർത്തു അഭിനയിച്ചു. ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് തോളം വീടി വലിച്ചു എന്തോ ഒരു അനുഭവം ഞാൻ വായിച്ചു. 1.5 കെട്ട് വീടി വലിച്ചു. 1.5 കെട്ട് വീടി. അത് ആദ്യം ഒരു 3-4 വലിച്ച് ശീലിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതും രാത്രിയിലാ. രാത്രിയില് കൊല്ലത്ത് ആ അഷ്ടമുടിക്കായലിന്റെ തീരത്തൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു. അതിങ്ങനെ എന്താ പറയാ വലിക്കും, അത് കെട്ടുപോകും, നല്ല കാറ്റാ. അപ്പൊ അതിങ്ങനെ വലിച്ച് 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 ശ്വാസം മുട്ടലായി, ചുമച്ച് കാരണം അത് ഇങ്ങനെ ഇങ്ങനെ വലിക്കാൻ പാടില്ല. അത് ശരിക്കും ഇവര് വലിക്കുന്ന സ്ത്രീയാണ്. അപ്പം അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. അത് ഇങ്ങനെ വലിക്കുന്ന കൂടെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പല ബീഡിക്കാരെയും വലിച്ചത് നോക്കിയപ്പം ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കണം അല്ലേ? ഇങ്ങനെയല്ല, അല്ല നമ്മൾ ഇങ്ങനെ പിടിക്കും. വലിക്കാൻ നേരത്ത് ഇങ്ങനെ വലിക്കുന്നവരുണ്ട് അല്ലേ? അങ്ങനെയല്ലേ ബീഡി വലിക്കുന്ന? കണ്ടോ, നല്ല ശീലല്ലേ ഇങ്ങനെ വലിക്കുന്ന. ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിക്കാം, ഇങ്ങനെ വലിക്കാം. പക്ഷെ ബീഡി വലിക്കുമ്പോ ഇങ്ങനെ ചുണ്ടത്ത് ഇത് വെച്ചാലും ഇങ്ങനെ എടുക്കുള്ളൂ, കാരണം സാധനം ചെറുതാ. ഇങ്ങനെ പിടിച്ച് വലിക്കാനുള്ള ഗുമ്മ് ബീഡിക്കില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഇച്ചിരിയല്ലേ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വലിക്കണം. അപ്പൊ അത് വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ശരിക്കും സ്മോക്ക് ചെയ്യുന്നവർ അങ്ങനെയാണ് അത്ര. നമ്മള് പോക അകത്തേക്ക് എടുക്കും. ശരി, ബുദ്ധിമുട്ടുണ്ടായില്ലേ? അപ്പൊ പിന്നെ നല്ല ചോദ്യല്ലേ. ഇത് വലിച്ച് 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 അവസാനം മറ്റേ പരസ്യം കറക്റ്റ് ആണെന്ന് തോന്നി, ശ്വാസകോശ സ്പോഞ്ച് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി എനിക്ക്. അത് കഴിഞ്ഞ് അടുത്തത് വലിക്കും, ഷോർട്ടിനിടയ്ക്ക് കെട്ടുപോകും. വലിച്ച് ശീലിക്കും പോലെ അല്ലല്ലോ. വലിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വലിക്കുമല്ലോ. ഇത് വലിക്കുന്ന ഒരു ഡയലോഗ് പറയുമല്ലോ. ഡയലോഗ് പറയുമ്പോൾ ഇത് കെട്ടുപോകും. അടുത്ത പിന്നെയും കത്തിക്കും. അങ്ങനെ ഒരു കെട്ടോളം 8 വീഡിയോളം ഷോർട്ടിന് വലിച്ചു. അല്ലാതെ ഒരു 4-5 വീഡിയോ വലിച്ചെന്ന് വെച്ചാൽ വിവേക് ചോദിച്ചു. വിവേകിന് ഭയങ്കര ഒറിജിനാലിറ്റി വേണം എല്ലാത്തിനും. നല്ല പയ്യനാണ്. അത് ഞാൻ വായിക്കുമ്പോ തന്നെ കണ്ടു. ഷോൾഡർ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങള്, അതായത് ഇങ്ങനെ ശരിക്കും എനിക്ക് ആക്ഷൻ വിളിക്കില്ല, പുള്ളി ആക്ഷൻ വിളിക്കില്ല. ക്യാമറയുടെ അവിടെ പോയി കഴിയുമ്പം കല്യാണി റെഡി ഓക്കെ, കല്യാണി ഷോൾഡർ അപ്പ് എന്ന് പറയും. ഞാനങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആവും. അതിന് മുമ്പ് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയും, ചേച്ചി കല്യാണിക്ക് ചെറുതായിട്ട് നല്ല ഓറയുണ്ട്, കല്യാണി ബോൾഡാണ്, കണ്ണിൽ തീ പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ദൂരെ നോക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് എന്നെ ഒന്ന് എന്തോ ചീത്ത പറയുക. അതുപോലെ പറഞ്ഞിട്ട് പിന്നെ പോയി നിന്നിട്ട് കല്യാണി റെഡി, ഷോൾഡർ അപ്പ്, മറ്റേ ഹെഡ് അപ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നിട്ട് പറയും. എന്നിട്ട് കല്യാണി എന്നേ വിളിക്കുള്ളൂ. കഥാപാത്രത്തിന്റെ പേര് വിളിക്കില്ല, ആക്ഷൻ അല്ല വിളിക്കുക. അത് ഭയങ്കര ഒരു കുറച്ചേ ഉള്ളെങ്കിലും അതൊരു എന്നെ സംബന്ധിച്ച് ബാക്കി ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹോമിലെ കുട്ടിയമ്മയെ പറയുന്നുണ്ട്, ഫാലിമിലെ പറയുന്നുണ്ട്, മലയാളി ഫാമിലിയിലെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു ക്യാരക്ടറാണ് കല്യാണി. എന്നെ സംബന്ധിച്ച് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന കുട്ടിയമ്മയോടൊപ്പം ഫാലിമിലെ രമയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കല്യാണി. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. ഉറപ്പായിട്ടും ഹോം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ചെയ്ത ക്യാരക്ടർ കല്യാണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫാലിമി ചെയ്തത്. ഫാലിമി കഴിഞ്ഞിട്ട് വേറെ കുറെ സിനിമ ചെയ്തു, മലയാളി ഫ്രം ഇന്ത്യ ചെയ്തു. ശരിക്കും ഇന്ദ്രൻസിനോടൊപ്പം അത് ഭയങ്കര അല്ലേ, കണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചക്കരയാണ്. ചക്കരയാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിനിമയിൽ വിളിച്ച് സംസാരിക്കുന്ന ആൾ 2-3 പേരേ ഉള്ളൂ. അതിലൊരാൾ ഇന്ദ്രനാണ്. ഇന്ദ്രനും അതെ വിളിക്കും, കൂട്ടുകാരി എവിടെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരു ഫോൺ വരും. മാസത്തിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ വരും, വിളിച്ചിരിക്കും. അത് ഉറപ്പാണ്.